ഏറ്റുമാനൂർ നീണ്ടൂരിലെ കള്ള് ഷാപ്പ് വർഷത്തിന് 365 ദിവസവും മഴ പെയ്യുന്നതാണെങ്കിൽ പുതിയ കള്ള് ഷാപ്പ് വെറൈറ്റി തീമാണ് മക്കളെ, വെറൈറ്റി തീമാണ്. അതായത് ഒരു ടാപ്പും കോൺസെപ്റ്റാണ്. ഞാൻ കൂടുതൽ അങ്ങോട്ട് ഇവിടെ തള്ളി മറിക്കുന്നില്ല, അകത്ത് കയറി കാണിച്ചു തരാം. നളൻചേട്ടൻ്റെ പുതിയ തീം പ്രകാരം ഇത് കള്ള് ഷാപ്പാണോ ചോദിച്ചാൽ കള്ള് ഷാപ്പാണ്. ഇനി അല്ല ഒരു കഫ്റ്റീരിയ ആണോ ചോദിച്ചാൽ കഫ്റ്റീരിയാണ്, ടാപ്പ് റൂമാണോ ചോദിച്ചാൽ ടാപ്പ് റൂമാണ്. അതായത് ഒരു മിശ്രിതമായ പല പല കോൺസെപ്റ്റ് എടുത്തിട്ട് ഒരു സെറ്റപ്പ് ആക്കി എടുത്തേക്കാണ്. സംഗതി വേറെ ആംബിയൻസ് ആട്ടോ. നമ്മളെ നീണ്ടൂര് കണ്ട ആ ഒരു ആംബിയൻസ് അല്ല, അതിന് വേണ്ടി ഡിഫറെൻ്റ് ആണ്. പഴമയുണ്ട് എന്നാൽ പുതുമയുണ്ട്. നളൻചേട്ടോ നമസ്കാരം. എന്നാണ്ട്, എന്തൊക്കെയാ പുതിയ സെറ്റപ്പ് ഒക്കെ? അടിപൊളി അടിപൊളി. ഈ ഓലൊക്കെ മേഞ്ഞ എന്തൊക്കെയാ? അല്ല, ഇതൊരു ടാപ്പ് റൂം, ടൊടി ടാപ്പ് റൂം എന്ന് പറയുന്നത്. അതായത് ടാപ്പ് ഒഴിച്ച് അടിക്കുക, എന്നിട്ട് നന്നായിട്ട് ഗ്രില്ല് ചെയ്തൊക്കെ ടാപ്പിന് മനസ്സിലായില്ലോ ഉദ്ദേശം എന്താ? അത് നമുക്ക് തുടങ്ങാം. അതന്നെയാണ് രസം അല്ലേ? പിന്നെന്താ ഇരിക്കും. അതല്ല, പിന്നെ അവിടുത്തെ ഷാപ്പ് എന്താ അവസ്ഥ? പൊതുവെ അടിപൊളി, നന്നായി പോകണ്ട, എല്ലാം പോകണം. എല്ലാത്തിനും ഒരു തട്ട് മാറി ചിന്തിക്കുക. കാരണം കോഫി ഷോപ്പ് പോലൊരു കള്ള് ഷാപ്പ്, കേരളീയൻ തനിമയുടെ പാനീയം അല്ലേ? കേരള ടൂറിസം ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യേണ്ടത് കേരളത്തിന്റെ ദേശത്തിന്റെ പാനീയങ്ങളും ആഹാര ചൈതന്യമൊക്കെ അല്ലേ? അല്ലേ? കറക്റ്റ് അല്ലേ? അപ്പൊ അതുകൊണ്ട് അതിനെ ഒരു ക്ലാസിഫൈ ചെയ്ത് ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു. കഫേ തീം അല്ലേ? കഫേ തീം. ഇപ്പൊ ടാപ്പ് റൂം എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ് ടാപ്പ് റൂം. അതായത് ഇപ്പൊ താങ്കൾ വൈകിട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്നു, അപ്പോൾ താങ്കൾക്കൊരു റിഫ്രഷ്മെന്റ് വേണം. നമ്മളുടെ സ്വന്തം സ്നേഹം ഓർഡർ ചെയ്യുന്നു, അതെ, കേരളീയ പാനി ഓർഡർ ചെയ്യുന്നു, അത് താങ്കൾ കഴിക്കുന്നു. അതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഒരു എന്റർടൈൻമെന്റ് ഭാഗമായിട്ട് നിങ്ങൾക്ക് കൊറിയൻ വേ ഓഫ് കുക്കിംഗ് ഉണ്ട്. ഇതിപ്പോ എത്ര ലിറ്റർ? 5 ലിറ്റർ. ഇതിപ്പോ നമുക്ക് 1 ലിറ്റർ 2 ലിറ്റർ ഓർഡർ ചെയ്യാലോ അല്ലേ? അതെ, ലൈവായിട്ട് നിങ്ങൾക്ക് സ്റ്റൗ കൂടെ വെച്ചിട്ട് നിങ്ങൾക്ക് മിസംപ്ലേസ് ചെയ്ത് തരും. അതിനകത്ത് വെജിറ്റബിൾസ് ഞാൻ കുക്ക് ചെയ്യണം. അതെ, അതാണ് അതിന്റെ ഒരു തീം. അടുക്കള കയറാത്ത ഞാൻ കുക്ക് ചെയ്യണം. ചൂട് പനീർ, അതിനോട് ബട്ടറും തേങ്ങാപ്പാലും ഒരു ചമ്മന്തിയും, മുട്ടായി എന്ന് പറഞ്ഞാൽ മുട്ടായി ഐറ്റം. നളചേട്ടൻ നീണ്ടൂർ ഷാപ്പ് പോയപ്പോൾ കഴിച്ചതിൽ ചമ്മന്തിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ. ഇവിടെ ചമ്മന്തി എല്ലാം ഹൈലൈറ്റ് ആണ്. പിന്നെ എരിവെന്നൊക്കെ ഞാൻ പറയും, അത് വേറെ കാര്യം. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതിന് പുറമെ താറാവ്. ഹരീഷ്, ഇങ്ങനൊരു ആംബിയൻസിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്ത് ഒരു ഫണ്ണോടുകൂടി അല്ലേ, നമ്മൾ കുറച്ച് ഗ്രില്ലൊക്കെ ചെയ്ത് ഇത് സാറ്റർഡേ സൺഡേ ആണെങ്കിൽ വേറെ അവിടുന്ന് വേറെ കരോക്കെയോ ചില വയലിനോ നല്ലൊരു അവസരം ഒരുക്കൂടെ. ഒരു ബോണ്ടിങ്ങിന് എപ്പോഴും കിച്ചൺ ഹെൽപ്പ് ചെയ്യുമെന്നാണ്. ഇതൊരു ബോണ്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ സാധാരണക്കാർക്ക് വന്ന് കഴിക്കാം. നമ്മൾ സാധാ ഫുഡ്, സാധാരണ സാധനങ്ങൾ. ഇതിന് നിങ്ങൾ വിചാരിക്കും ഭയങ്കര പ്രീമിയം പ്രൈസൊക്കെ, ഒരിക്കലും അല്ല. നിങ്ങൾക്ക് 599 കോംബോ ഓർഡർ ചെയ്യാം, 2 പേർക്ക് കഴിക്കാം അല്ലേ? ഒരു മിനിമം 300 രൂപ ഒരാൾക്ക് സ്പെൻഡ് ചെയ്യാം എന്ന രീതിയിൽ. അപ്പോൾ അവർക്ക് അതനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്യാം. പള്ളത്തി, പൊടിമീൻ, അതേപോലെ ചൈനീസ് ഫുഡുകളും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ 5 വർഷം ചൈനയിലായിരുന്നു. ഓത്തൻറ്റിക് ചൈനീസ് ഷെഫുണ്ട്, നേപ്പാളി ഷെഫുണ്ട്. പുള്ളിയുടെ മോമോസ്, സ്റ്റീംഡ്, ഫ്രൈഡ് മോമോസ് ഉണ്ട്. കള്ള് ഷാപ്പിൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ? അതെ, നമ്മളെ കള്ള് ഷാപ്പുകളിലാണ് കൂടുതലും ഉള്ളത്. അപ്പോൾ നമ്മളാളെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. 100%. #ഹരീഷ്, #മാതൃഭൂമി എന്ന് പറഞ്ഞാൽ മതി. ഇതൊക്കെ ചെറുത് കേട്ടോ. ഇനി വലിയ വിശാലമായൊരു റൂഫ് ടോപ്പ് കിച്ചൺ മേളിലാണ്. അതേപോലെ റൂഫ് ടോപ്പ്, ഗാർഡൻ ടോപ്പ് സീറ്റിംഗ് ഉണ്ട്. AC ക്യാബിനാണ്, ഇങ്ങനെ സെപ്പറേറ്റ് ക്യാബിനുണ്ട്. അതിന് പുറമെ റൂഫിൽ ഇങ്ങനെ ചെയ്തേക്കുന്നത് മൊത്തം ഓല മേഞ്ഞ് ഓരോ ബെഞ്ചും ഡെസ്കും. ഇത് പക്ക നമ്മുടെ നാട്ടിൻ പുറത്തെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കൊണ്ടുവന്നേക്കാണ്. ഇപ്പോഴത്തെ കള്ള് ഷാപ്പിൻ്റെ കോൺസെപ്റ്റേ മൊത്തം മാറി. കാരണം ഇപ്പം ഫാമിലിയാണ് മെജോറിറ്റി കള്ള് ഷാപ്പിനെ
സ്നേഹിക്കുന്നത്. കാരണം അവിടെ ചെന്ന് നല്ല മുളകിട്ട കൊടംപുളിയിട്ട മീൻകറിയും കൂട്ടി ചോറ്, അല്ലെങ്കിൽ ചപ്പാത്തി, പൊറാട്ട, ഷാപ്പിലൊക്കെ ടേസ്റ്റ്. ഉഫ് എൻ്റെ പൊന്നോ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ മച്ചുണ്ണനെ. ഇത് നമ്മുടെ മെയിൻ കിച്ചൺ. അതെ. പക്ഷെ ചട്ടിയെല്ലാം കാലി തുടങ്ങി. കാലയായി തുടങ്ങി. കാരണം അവസാനം ക്ലോസിംഗ് ടൈമാണ്. അതെ. സമയം അടുത്തു. അതെ. കുറച്ച് താറാവ് ബാക്കിയുണ്ട്. ഇത് ഞാനും കഴിക്കും. ഞാനെന്തെങ്കിലും കഴിക്കണ്ടേ? ഇതെന്താ? ബീഫ്. ബീഫ് കുറച്ച് ചോറും ബാക്കിയുണ്ട്. ചോറ് പിന്നെ സ്റ്റാഫിനുള്ളത് അല്ലേ? ഇപ്പൊ തീരും. കുറച്ച് മുളക് കറിയും ചോറും ഒക്കെ ആയിട്ട് രാവിലെ ഒരു പഴങ്കഞ്ഞി പിടിക്കുന്ന അടിപൊളിയല്ലേ? കാന്താരി മുളക് ഓർമ്മിക്കല്ലേ? തൈരും ഒക്കെ ആയിട്ട് കുറച്ച് കൊടമ്പുളി ഇട്ട മീൻകറി അല്ലേ? ബാക്കി പിന്നെ ഐറ്റംസ് ഒക്കെ ഇവിടുന്ന് ഉച്ചയ്ക്ക് ചോറ് കാര്യമൊക്കെ ഇവിടെ ലൈവായിട്ട് പോവാണ്. എക്സാക്ട് ലൊക്കേഷൻ പറയുമ്പോൾ ഏറ്റുമാനൂരിന്ന് മുട്ടിയാറ പെട്രോൾ പമ്പിന്റെ അടുത്ത്, ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ അടുത്ത്. ഇത് വൈക്കം റോഡ്. അതെ, മെയിൻ റോഡല്ലേ? ഏറ്റുമാനൂർ വൈക്കം റോഡ്. അതെ. അപ്പൊ എന്തായാലും നാളെ ഞാൻ വിട്ടേക്കട്ടെ. അതെ, അടിപൊളി. അപ്പൊ എന്തായാലും കണ്ടതിൽ സന്തോഷം. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. അതെ. ഓക്കെ, ബൈ. കാണാം. വിട്ടേക്കട്ടെ. ബൈ. ഇപ്പൊ ഡൈനിലേക്ക് കിങ്.